മലപ്പുറം ജില്ലയിൽ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് വി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മലപ്പുറംകാരനാണ്. പൊന്നാനിയിൽ എം പി ജിബാവ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ പോകുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പാണക്കാട് ഹൈദരലി തങ്ങളുടെ ഖബറിൽ പ്രാർത്ഥന നടത്തിയിട്ടാണ് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. അതെന്താ കൂടുതൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റിനേക്കാൾ കൂടുതൽ ഇപ്പോഴും ലീഗാണോ? ഹൈദരാലി തങ്ങൾ അദ്ദേഹം അവിടെ പ്രതികരിച്ചാണല്ലോ. തീർത്തും വ്യക്തിപരമാണ്, മതപരമാണ്, ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളാണ്. നോമിനേഷന് മുമ്പേ അദ്ദേഹം ഹൈദരാലി തങ്ങളുടെ ഖബർസ്ഥാനിൽ പോയി. അതിൽ വേറെ കമൻസ്, പൊളിറ്റിക്കൽ കമൻസ് ഒന്നുമില്ല. ഇവിടെ പറഞ്ഞ കാര്യം എന്താ? ഇവിടെ ഇപ്പോൾ പറഞ്ഞു EMSൻ്റെ നാടല്ലേ. EMS ആദ്യമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടാകുന്ന കാലത്ത് വന്നുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പൊതുമുഖമുള്ള സ്ഥാനാർത്ഥി ജോസഫ് മുണ്ടശ്ശേരി സ്വതന്ത്രനായി വന്ന് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായ ആളാണ്. ആദ്യത്തെ പരീക്ഷണമൊന്നുമല്ല ഇത്. ഇങ്ങനെ ഒരു പരീക്ഷണം കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥിയെ ലീഗിനെ വെല്ലുവിളിക്കാൻ വേണ്ടി UDF-നെ തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ എല്ലാ കാലത്തും പുച്ഛമാണ് ലീഗിന്. ആ പുച്ഛം കുറ്റിപ്പുറത്ത് 2006 തീർത്തു കൊടുത്താണ്. ആ പുച്ഛം 2016 താന്നൂർ തീർത്തു കൊടുത്താണ്. 2021 വീണ്ടും താന്നൂർ തീർത്തു കൊടുത്താണ്. അപ്പോൾ ഈ പുച്ഛിച്ചിരുന്നോ? ലീഗുകാർ പുച്ഛിച്ചിരിക്കുകയാണ് നല്ലത്. ഇങ്ങനെ പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ പുച്ഛിച്ചിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിജയം അത്ര എളുപ്പമായിരിക്കോളും എന്ന് മാത്രമേ പ്രതികരിക്കാനുള്ളൂ.